പശ്ചിമബംഗാളിൽ കലാപം സൃഷ്ടിക്കാൻ വീണ്ടും തൃണമൂൽ കോൺഗ്രസിന്റെ ശ്രമം. ബിജെപി നേതാവ് സുവേന്ദു അധികാരിയുടെ പിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ മറ്റൊരു ബിജെപി പ്രവർത്തകനും വെടിയേറ്റു. ആസൂത്രിതമായ കൊലപാതകമാണെന്നും അഭിഷേക് ബാനർജിയുടെ പങ്ക് അന്വേഷിക്കണമെന്നും സുവേന്ദു അധികാരി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി നോർത്ത് 24 പാൽഗ്നാസ് ജില്ലയിലെ മാധ്യമഗ്രാമിലെ പ്രദേശത്താണ് ആക്രമണം നടന്നത്. 11 മണിയോടെ ബിജെപിയുടെ യോഗത്തിന് ശേഷം ചന്ദ്രനാഥ് തന്റെ വാഹനത്തിൽ വീട്ടിലേക്ക് പോകുന്ന വഴി മധ്യയായിരുന്നു ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വാഹനത്തിനേരെ വെടിയുതിർത്തത്. 4 റൗണ്ടാണ് വെടിയുതിർത്തത്. ചന്ദ്രനാഥിന്റെ നെഞ്ചിലും വയറിലും കഴുത്തിലും വെടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം കണ്ട ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ച് ആക്രമണത്തിൽ ഉപയോഗിച്ച ബൈക്കിന് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരുന്നില്ല. ഇതോടെ ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് ഉറപ്പായി. സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച ഷെല്ലുകൾ പരിശോധിച്ചപ്പോൾ ഓസ്ട്രേലിയൻ നിർമ്മിതമായ ക്ലോക്ക് പിസ്റ്റൾ ആകാനാണ് സാധ്യത. എന്നാൽ ചന്ദ്രനാഥ് കൊല്ലപ്പെട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു ബിജെപി പ്രവർത്തകനും വെടിയേറ്റു. ബസിർഹട്ട് ജില്ലയിലെ രോഹിത് റോയ്ക്കാണ് വെടിയേറ്റത്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്ത് കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ഇതോടെ വ്യക്തമായി. ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് എന്നും അഭിഷേക് ബാനർജിയുടെ പങ്ക് അന്വേഷിക്കണമെന്നും സുബേദി അധികാരി ആവശ്യപ്പെട്ടു. തുടർ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്ത് കേന്ദ്രസേനയും പോലീസും ഒരുക്കിയിട്ടുള്ളത്. ജനം, ഡൽഹി.